പതിറ്റാണ്ടുകാലത്തെ ദ്രാവിഡ പാർട്ടികളുടെ ഭരണാധിപത്യം അവസാനിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം സർക്കാർ പ്രഖ്യാപനങ്ങളിലൂടെയും ഭരണശൈലിയുടെയും വിമർശകരുടെ വായടുപ്പിച്ച് വലിയ ജനപ്രീതിയാണ് നേടുന്നത്. വെറുമൊരു സിനിമാ നടന് ഭരണം കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്നും സർക്കാർ അധികകാലം ഉണ്ടാകില്ലെന്നുമുള്ള രാഷ്ട്രീയ എതിരാളികളുടെ പരിഹാസങ്ങൾക്കാണ് അധികാരമേറ്റെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിജയ് മറുപടി നൽകിയത്. വിമർശകരെ അമ്പരപ്പിച്ച വിജയുടെ 10 പ്രധാന പ്രഖ്യാപനങ്ങളും വിജയ് സർക്കാർ ഇത്രയധികം കയ്യടി നേടുന്നതിനുള്ള കാരണങ്ങളും നോക്കാം. അഴിമതിക്കെതിരെ ശക്തമായ നടപടി. സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും കൈക്കൂലിയും ഇല്ലാതാക്കാൻ ബ്യൂറോക്രസിക്കുള്ളിലെ സമാന്തര അധികാര കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാനും വിൻഡോ ക്ലിയറൻസ് സംവിധാനം കാര്യക്ഷമമാക്കാനും ഉത്തരവിട്ടു. ഭയരഹിതമായ പോലീസ് നടപടി. രാഷ്ട്രീയ സ്വാധീനമുള്ള കുറ്റവാളികൾക്കെതിരെ പോലും യാതൊരു രാഷ്ട്രീയ ഇടപെടലുമില്ലാതെ കർശനവും നിഷ്പക്ഷവുമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്കും പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി. ധനകാര്യ ധവളപത്രം. മുൻ സർക്കാരിൽ നിന്ന് ലഭിച്ച സംസ്ഥാനത്തിന്റെ ഭീമമായ കടബാധ്യതകളെക്കുറിച്ച് സുതാര്യത ഉറപ്പാക്കാൻ ധനകാര്യ ധവളപത്രം പുറത്തിറക്കി. ക്ഷേത്ര ഫണ്ടുകളുടെ വിനിയോഗം. മുൻ DMK സർക്കാർ അനുമതി നൽകിയിരുന്ന 245.85 കോടി രൂപയുടെ 46 വാണിജ്യ കല്യാണ മണ്ഡപ പ്രോജക്ടുകൾ റദ്ദാക്കി. ക്ഷേത്ര ഫണ്ടുകൾ ക്ഷേത്രങ്ങളുടെയും ഭക്തരുടെയും ക്ഷേമത്തിന് മാത്രമായി ഉപയോഗിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. സൗജന്യ വൈദ്യുതി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണ ധനസഹായം. അർഹരായ കുടുംബനാഥകൾക്ക് പ്രതിമാസം 2500 രൂപ നേരിട്ട് അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. AC സർക്കാർ ബസ്സുകൾ. തമിഴ്നാട് പൊതുഗതാഗത വകുപ്പിലെ എല്ലാ സാധാരണ ബസ്സുകളും ഘട്ടങ്ങളായി എയർ കണ്ടീഷൻഡ് ബസ്സുകളാക്കി മാറ്റാൻ ഉത്തരവിട്ടു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി. ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ കാർഷിക കടങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചു. റൈറ്റ് ടു സർവീസ് ആക്ട്. ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾക്കായി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാൻ 6 മാസത്തിനകം റൈറ്റ് ടു സർവീസ് ആക്ട് നടപ്പിലാക്കുമെന്നും അറിയിച്ചു. വിവാഹ ധനസഹായം. സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായവും സ്വർണവും നൽകുന്ന താലിക്ക് തങ്കം പദ്ധതിയുടെ വിപുലീകരണം. ഇനി വിജയ് സർക്കാർ എന്തുകൊണ്ട് കയ്യടി നേടുന്നത് എന്ന് നോക്കാം. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഭരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഷ്ട്രീയം അവസാനിച്ചെന്നും ഇനി ജനങ്ങളുടെ പുരോഗതിയിലാണ് ശ്രദ്ധയെന്നും പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരുമായി വികസന കാര്യങ്ങളിൽ സഹകരിക്കാൻ വിജയ് തയ്യാറായി. അഴിമതിയില്ലാത്ത ഭരണം. നാട്ടുകാരുടെ പണം ഞാൻ എടുക്കില്ല, അതിനാരെയും അനുവദിക്കുകയും ഇല്ല എന്ന വിജയുടെ ശക്തമായ നിലപാട് ജനങ്ങളിൽ വലിയ വിശ്വാസമുണ്ടാക്കി. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. താൻ ഒരു വലിയ രാജപരമ്പരയിൽ നിന്നല്ല വരുന്നതെന്നും ദാരിദ്ര്യം എന്തെന്ന് തനിക്കറിയുമെന്നും വ്യക്തമാക്കിയ വിജയ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലാണ് ആദ്യം കൈവച്ചത്. ഭരണപരമായ പക്വത. ഒരു സിനിമാ നടൻ എന്ന ഇമേജ് മാറ്റി കൃത്യമായ ധനകാര്യ അവലോകനങ്ങളും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരങ്ങളും നടത്തിക്കൊണ്ട് തനിക്ക് മികച്ച ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് വിജയ് തെളിച്ചു. വിമർശനങ്ങളെ അതിജീവിച്ചുള്ള സ്ഥിരത. സർക്കാർ ഉടൻ വീഴുമെന്ന പ്രതിപക്ഷങ്ങളുടെ പ്രചാരണങ്ങളെയും അട്ടിമറി നീക്കങ്ങളെയും അതിജീവിച്ച് 5 വർഷത്തെ കാലാവധിയും വിജയകരമായി പൂർത്തിയാക്കുമെന്ന വിജയുടെ ആത്മവിശ്വാസം തമിഴ് ജനത ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ സ്ത്രീകൾക്കായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് മുഖ്യമന്ത്രി രൂപീകരിക്കുകയും അതിന് സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് പേരിടുകയും ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ തടയുക, ദ്രുത നടപടികളും പരാതികളിൽ വേഗത്തിലുള്ള പരിഹാരവും ഉറപ്പാക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം. അധികാരത്തിലെത്തി 48 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തുടനീളമുള്ള ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന 717 തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ വിജയ് ഉത്തരവിട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ, സ്കൂളുകൾ, കോളേജുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യവിൽപ്പനശാലകളും അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു. ഇതോടെ മതപരമായ സ്ഥലങ്ങൾക്ക് സമീപമുള്ള 276 മദ്യശാലകളും സ്കൂളുകളും കോളേജുകൾക്കും സമീപമുള്ള 186 എണ്ണവും ബസ് ടെർമിനലുകൾക്ക് സമീപമുള്ള 255 മദ്യശാലകളും അടച്ചുപൂട്ടി. പൊതുസമ്മേളന സ്ഥലങ്ങൾ മദ്യപാനികളിൽ നിന്ന് മുക്തമാക്കുമെന്ന തന്റെ വാഗ്ദാനം വിജയ് നിറവേറ്റി. ക്ഷേമ വിതരണം ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയായിരുന്നു വിജയ് സർക്കാരിന്റെ ആദ്യകാല മുൻഗണനകൾ. അധികാരമേറ്റ് ആഴ്ചകൾക്കുള്ളിൽ തമിഴ്നാട്ടിലെ 620 അമ്മ ഉനവാകം ക്യാന്റീനുകളിൽ സമഗ്രമായ നവീകരണത്തിന് സർക്കാർ ഉത്തരവിട്ടു. അടുക്കളകൾ നവീകരിക്കുക, ശുചിത്വം മെച്ചപ്പെടുത്തുക, ശുചിത്വത്തെയും ഭക്ഷണ നിലവാരത്തെയും കുറിച്ചുള്ള ദീർഘകാല പരാതികൾ പരിഹരിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതർക്ക് നിർദ്ദേശവും നൽകി. ഇങ്ങനെ ജനപ്രിയമായ നിരവധി പ്രഖ്യാപനങ്ങളാണ് വിജയ് സർക്കാർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് തമിഴ്നാടിന് ഇത്ര പ്രിയങ്കരനാകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.